കഥയുടെ തുടക്കത്തിൽ രാത്രി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് അമ്മയോട് സംസാരിച്ച് അങ്ങനെ നടന്നു പോവാണ്. അവള് പോകുന്ന പിന്നാലെ തന്നെ ഒരു കാറ് വരുന്നുണ്ട്. അവൾ അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ കട്ടാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാറ് കാണും. ഈ കാറ് പതിയെ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അവൾ ആ കാറിനെ നോക്കി കൈവീശി കാണിക്കുകയാണ്. എന്നാൽ ആ കാറ് പിന്നിലോട്ട് പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ അത് വേഗത കൂട്ടി മുമ്പിലോട്ട് വരികയാണ്. ഇത് കണ്ട് പേടിച്ച പെൺകുട്ടി അവിടെ നോടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ കാറ് പിന്നാലെ വന്ന് അവളെ തട്ടുന്നുണ്ട്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ലിസ എന്നാണ്. ലിസയ്ക്ക് ഒരു നീസ് ഉണ്ട്. നീസ് അവളുടെ കൂടാണ് താമസിക്കുന്നത്. അവനിപ്പോ ബേസ്ബോൾ കളിക്കാനായിട്ട് കുറച്ച് പുതിയ സാധനങ്ങൾ വേണം. അത് ലിസയോട് പറയുമ്പോൾ ലിസ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ പയ്യൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതിരിക്കുകയാണ്. എന്നാൽ ലിസയുടെ ഫോണിലോട്ട് ആ സമയമായിരിക്കും ഒരു കോള് വരിക. എന്തോ ഒരു എമർജൻസി ഉണ്ട്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ്. ഇപ്പൊ നീസിന്റെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് ലിസ അവിടെ നിന്ന് പോവാണ്. നേരെ ചെല്ലുന്നത് ഇന്നലെ ഒരു പെൺകുട്ടി നടന്നു പോയില്ലേ, ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്താണ്. ആ പെൺകുട്ടി ഇന്നലെ ആ കാട്ടിൽ വെച്ച് കൊലപ്പെട്ടു പോയി. ബോഡിയും കിട്ടിയിട്ടുണ്ട്. ബോഡി കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ലിസ അകത്തോട്ട് കയറി പോകാൻ നേരത്ത് അമ്മ കൂടെ വരുന്നുണ്ടെന്ന് പറയും. മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ അമ്മ കൂടെ. എന്നാൽ ലിസ വേണ്ടാന്ന് പറയെങ്കിലും എന്റെ മോളാണ്, ഞാനും വരാന്ന് പറഞ്ഞ് അമ്മ ലിസയുടെ പിന്നാലെ കയറി ചെല്ലും. അവിടെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലാണ് ഈ ബോഡി വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാരും കൂടെ ചെന്ന് പതിയെ ആ ഒരു ബാഗ് തുറന്നു നോക്കാണ്. ബോഡി വെച്ചേക്കുന്ന ബാഗ്. അത് തുറന്നു നോക്കുമ്പോൾ ഈ മരണപ്പെട്ട ബോഡിയുടെ ദേഹത്തെല്ലാം ഒരുമാതിരി വരകളുണ്ട്. മുഖം എല്ലാം വരഞ്ഞു കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പൊ മോളുടെ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് ആ അമ്മ ആകെ തകർന്ന് അവിടെ നിന്ന് കരഞ്ഞു പോവാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ഏതോ ഒരുത്തം മനഃപൂർവ്വം ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞതാണ്. ആ വണ്ടിയിൽ വന്നവൻ തന്നെ ആയിരിക്കണം. പക്ഷെ നമുക്കറിയില്ല ആ വണ്ടിയിൽ വന്നത് ആരാണെന്ന്. അന്ന് രാത്രിയാവുന്ന നേരത്ത് ആ അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ വന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ നോക്കി വിഷമിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് കാരിസ് എന്നാണ്. ഓർത്തു വെച്ചോണം, കാരിസ് എന്നാണ്. പിറ്റേ ദിവസമാകുമ്പോൾ ഒരു കപ്പിള് കാർ എടുത്ത് ആ കാട്ടിലോട്ട് വരുന്നുണ്ട്. അവര് കുറച്ചു നേരം സമയം പങ്കിടാനായിട്ട് വന്നതാണ്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി ടെന്റ് അടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ പോയി നിന്ന് ടെന്റ് അടിക്കാനായിട്ടുള്ള അളവുകളൊക്കെ എടുക്കുകയാണ്. അന്നേരം ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതരം മണം കിട്ടുന്നുണ്ട്. വല്ലാത്തൊരു ജാതി മണം. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അതുമല്ല ആകാശത്തൊരു കാക്ക പറക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മനുഷ്യന് മാത്രം മണം കിട്ടുന്നില്ല. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എല്ലാം പഴയതുപോലാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് മാത്രം എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൾക്ക് എന്തോ പറ്റുന്നത് പോലെ. ഉടനടി അവളുടെ വയറ്റിൽ എന്തോ വന്ന് കുത്തുകയാണ്. അവൾ താഴെ മറിഞ്ഞു വീഴുമ്പോൾ അവളുടെ മുഖത്തെല്ലാം വരഞ്ഞു കീറുന്നുണ്ട്. അതെന്തോ ഒരു അദൃശ്യ ശക്തിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ആകെ തകർന്ന് അവിടെ നിൽപ്പുണ്ട്. അയാൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്താണ് നടന്നതെന്ന്. അയാളും തന്റെ കാമുകിക്ക് എന്താണ് പറ്റിയെന്ന് അറിയാനായിട്ട് അടുത്തോട്ട് ഓടി വരുമ്പോൾ അവള് മരണപ്പെട്ട കാര്യമാണ് അറിയുന്നത്, അല്ലെങ്കിൽ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരൊക്കെ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലിസയുണ്ട്. ലിസ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടീനെ മനഃപൂർവ്വം ആരോ ക്രൂരമായിട്ട് ആക്രമിച്ചു കൊന്നതാണ്. ഈ പെൺകുട്ടിയുടെ കൂടെ ഉള്ളത് ആരായിരുന്നു? അവളുടെ കാമുകൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ലിസയ്ക്കും ടീംസിനും കാമുകനെയാണ് സംശയം. കാമുകനെ നോക്കുമ്പോൾ അവൻ കാറിലാകെ പേടിച്ച് വറച്ചിരിപ്പുണ്ട്. ലിസയ്ക്ക് ഉറപ്പാണ് അവനാണ് കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തോട്ട് ചെന്നിട്ട് അവനെ ചോദ്യം ചെയ്യും. പക്ഷെ അവനെ കൊണ്ട് ഒന്നിനും ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവനാകെ പേടിച്ച് വിറച്ച് ഒരു കാക്കയെ കണ്ടു, വല്ലാത്ത മണമായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ അവന് ആ ഒരു മണം കിട്ടിയിട്ടില്ലായിരുന്നു. പകരം അവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവരോട് പറയുക. എന്നാൽ ലിസയ്ക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ അവൾ അവനെയാണ് സംശയിക്കുന്നത്, എവനാണ് അവന്റെ കാമുകീനെ കൊന്നതെന്ന്. എന്തായാലും അവളെ കൊന്നതിൽ വലിയ തെളിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ നീസ് വെയിറ്റിംഗ് ആണ്. നീസിന്റെ അടുത്ത് പോയിരുന്നിട്ട് അവനെ കൊണ്ടൊരു പ്രോമിസ് വാങ്ങിപ്പിക്കുന്നുണ്ട്. വളർന്ന് വലുതാവുന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ പാടില്ല, ഇനിയിപ്പോൾ അവരെന്ത് ചെയ്താലും. അങ്ങനെ പറയുമ്പോൾ ആ പയ്യനും പ്രോമിസ് കൊടുക്കുകയാണ്. എന്താ ആന്റി അങ്ങനെ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് അറിയത്തില്ല എന്ന് ചോദിച്ച് ആന്റിനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. കട്ട് ചെയ്താൽ ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. ആ ഹോട്ടലിൽ ഒരു പെൺകുട്ടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ പെൺകുട്ടി നമ്മുടെ ലിസയുടെ കൂട്ടുകാരിയാണ്. ഈ കൂട്ടുകാരി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരാള് അവളിങ്ങനെ വായി നോക്കുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ വായി നോക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരു ലേഡി അങ്ങോട്ട് വരികയാണ്. ഈ ലേഡിയാണ് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ബോഡിയൊക്കെ നോക്കുക. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഹോട്ടലും ഉണ്ട്. ഇപ്പൊ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് അവനെ നല്ല രീതിയിൽ തുറച്ചു നോക്കുകയാണ്. ഇത് കണ്ട് അവൻ എന്തോ പോലെ ആയിട്ട് ആ പെൺകുട്ടീനെ വായി നോക്കാതെ അവിടെ നിന്ന് മാറിപ്പോവും. ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോവും. അവൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആ ലേഡിക്ക് മനസ്സിലായി. പക്ഷെ കൂട്ടുകാരിക്ക് കാര്യം മനസ്സിലായിട്ടില്ലായിരുന്നു. എന്തായാലും കൂട്ടുകാരി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇറങ്ങി പുറത്ത് വന്ന് അവളുടെ കാർ എടുത്തോണ്ട് പോകാനായിട്ട് നോക്കുമ്പോൾ അവളുടെ കാറിന് ക്രോസ് ആയിട്ട് നേരത്തെ കണ്ട ആ മനുഷ്യൻ അയാളുടെ ട്രക്ക് ഇട്ടിട്ടുണ്ട്. ആ ട്രക്ക് എടുത്ത് മാറ്റാനായിട്ട് പറയുമ്പോൾ ഇയാൾ പതിയെ അടുത്തോട്ട് വരികയാണ്. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായി. ഞാൻ ഇവിടെ ഒരു കോൾ മൈനിങ് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്ത് വരികയാണ്. പക്ഷെ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവള് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, വണ്ടി എടുത്ത് മാറ്റുവാണെങ്കിൽ ഞാൻ എന്റെ നമ്പർ തരാം, പിന്നെ നമുക്ക് ആലോചിക്കാം പുറത്തു പോകുന്നതിനെ പറ്റി. വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് മുഖം നോക്കി ഒറ്റ അടിയാണ് അയാളുടെ. അയാൾ അടിയും കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. അയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം അവൾക്ക് തോന്നി. അതുകൊണ്ടാണ് തോക്കെടുത്തടിച്ചത്. അയാൾ അടിയും കൊണ്ട് മുഖവും മുറിഞ്ഞ് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് ബോഡിയെല്ലാം നോക്കുന്ന ലേഡി കാണുന്നുണ്ട്. ആ ലേഡിക്ക് അങ്ങേരെ എന്തോ ഒരു സംശയം
സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ കൂട്ടുകാരിനെ എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ നോക്കി നിന്നപ്പോൾ കൂട്ടുകാരി തോക്കെടുത്ത് അയാൾ അടിക്കുന്നതാണ് കണ്ടത്. ഈ നേരം അതേ കാട്ടില് എല്ലാവരും മരണപ്പെടുന്ന ആ കാട്ടിൽ തന്നെ ഒരു കപ്പിളൂടെ വന്നിട്ടുണ്ട്. അവർ കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അന്നേരമായിരിക്കും ആകാശത്തോട് നമ്മൾ കണ്ട കാക്ക പറക്കുന്നത്. അതിലുള്ള ആ പയ്യൻ ആ കാക്കയെ കാണുന്നുണ്ട്. അവൻ ആ കാക്കയ്ക്ക് നോക്കി എങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ തന്നെ പിറകിൽ നിന്ന് എന്തോ ഒരു കുലുക്കം സംഭവിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ മുകളിൽ ആരോ നടക്കുന്നത് പോലെ. അവൻ ഏതോ ഒരു മൃഗമാണെന്ന് വിചാരിച്ച് തോക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. കാമുകി പറയുന്നുണ്ട് വേണ്ട, പുറത്തെന്തെങ്കിലും ഭീകരജീവി ആയിരിക്കുമെന്ന്. പക്ഷെ അവൻ കേൾക്കാതെ തോക്കെടുത്ത് ഇറങ്ങി ചെല്ലുകയാണ്. ഈ പെൺകുട്ടി അവൻ പോയി കൊന്നിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാറിൽ അങ്ങനെ ഇരിക്കും. എന്നാൽ അവള് പതിയെ തല പുറത്തിട്ട് നോക്കുമ്പോൾ നേരത്തെ പോയ കാമുകനാണെങ്കിൽ ദേഹത്തെല്ലാം മുറിവായിട്ട് അവന്റെ അവയവങ്ങളെല്ലാം പുറത്തിട്ട് അങ്ങോട്ട് നടന്നു വരികയാണ്. വല്ലാത്തൊരു മൃഗീയമായ കാഴ്ചയാണ് അവള് കണ്ടിരിക്കുന്നത്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ച് വണ്ടിയുടെ ഡോറങ്ങ് അടയ്ക്കുകയാണ്. എന്ത് മൃഗമാണെന്ന് അറിയത്തില്ല അവൾക്ക്. അതല്ല, ആ കാമുകൻ താഴെ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോഴായിരിക്കും പോലീസുകാർ അങ്ങോട്ട് വരിക. പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യും. ഇത് മനപ്പുറം ആരോ ചെയ്ത് കൊലപാതകമാണെന്നാണ് അവർ സംശയിക്കുക. എന്നാൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഈ പെൺകുട്ടീനെ സംശയിക്കാനായിട്ടും സാധിക്കുന്നില്ല. ലിസയും കൂടെ തന്നെ ഉണ്ട്. ലിസ നേരത്തെ ആ ഒരു പയ്യനെ സംശയിച്ചില്ലായിരുന്നോ? നേരത്തെ വന്ന കപ്പിളിലുള്ള ആ ഒരു മനുഷ്യനെ സംശയിച്ചില്ലായിരുന്നോ? എന്നാൽ ഈ പെൺകുട്ടീനെ സംശയിക്കുന്നില്ല. അതുമല്ല, ലിസ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവിയാണ് അവർ ആക്രമിക്കുന്നതെന്ന്. അങ്ങനെ അവൾ കരുതാണ്. കട്ട് ചെയ്താൽ കൂട്ടുകാരിയാണ് കാണിക്കുന്നത്. കൂട്ടുകാരി എവിടെ പോയി വേട്ടയാടിയിട്ട് ഒരു മുയലിനെയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവൾ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു ശബ്ദം സൈഡിൽ നിന്ന് കേൾക്കാണ്. പെട്ടെന്ന് അവൾ പേടിച്ചിട്ട് തോക്കെടുത്ത് ആ ഒരു ദിശയിലോട്ട് ചൂണ്ടുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ലിസ തന്നെയാണ്. ലിസ അവളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ലിസ അവളോട് വന്നിട്ട് സംസാരിക്കും. ഈ കൂട്ടുകാരിനെ ആണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അതുപോലെ ഈ കൂട്ടുകാരി മിലിറ്ററിയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു വിട്ടു. ഇവള് ഭയങ്കര അക്രമകാരിയാണ്. തോക്ക് കിട്ടിയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരെയും നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. ഇപ്പൊ ലിസ വന്നിരിക്കുന്നത് അവളോടൊരു സഹായം അഭ്യർത്ഥിക്കാനാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിലൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചിട്ടാണ് കൂട്ടുകാരി വന്ന് കണ്ടേക്കുന്നത്. എന്നാൽ കൂട്ടുകാരി ആദ്യമൊന്നും സമ്മതിക്കത്തില്ലെങ്കിലും പിന്നീട് സമ്മതിക്കും. നമുക്ക് ഒരുമിച്ച് പോയി ബോഡി നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഷെഡിൽ ചെല്ലും. അവിടെ തന്നെ നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ട ആ ഒരു ലേഡിയുണ്ട്. ആ ലേഡിയാണ് ഈ ബോഡിയുടെ ചുമതലയെല്ലാം നോക്കുക. ഇപ്പൊ കൂട്ടുകാരി വന്ന് ആ ബോഡി എല്ലാം പരിശോധിച്ച് നോക്കും. ആ 2 ബോട്ടായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നും കൂടെ അത് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോകും. നേരെ ചെല്ലുന്നത് ഒരു മനുഷ്യനെ കാണാനായിട്ടാണ്. നരച്ച നീണ്ട മുടിയുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ചെന്ന് കാര്യങ്ങൾ പറയും. ഇതാണ് ഓരോ മരണങ്ങളും നടന്നപ്പോഴും ആകാശത്ത് ഒരു കാക്ക പറന്നു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഡെഡ് ബോഡിയിലെല്ലാം മൃഗീയമായിട്ട് എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മനുഷ്യൻ ചെയ്തതുപോലെ തോന്നുന്നില്ല. പകരം എന്തോ മൃഗം ചെയ്തതുപോലെയാണ്. നമുക്ക് ആ മൃഗത്തിനെ വേട്ടയാടാൻ പോണ്ടേന്ന് ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കും. അങ്ങനെ കൂട്ടുകാരിയും ആ ഒരു മനുഷ്യനും കൂടെ മൃഗത്തിനെ വേട്ടയാടാനായിട്ട് പോവാണ്. ഈ കൂട്ടുകാരിനെ വേട്ടയാടാനായിട്ട് പഠിപ്പിച്ചത് ഈ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് വന്ന് വിവരം പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേരും കൂടെ കുറച്ച് മാംസമൊക്കെ വെട്ടിയെടുത്ത് ആ ഒരു മൃഗത്തിനെ വേട്ടയാടാനായിട്ട് പോവാണ്. ഇതേ നേരം ലിസയാണെങ്കിൽ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ ഇന്ന് കണ്ട ആ ഒരു മാലയെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്. അതെന്ത് മാലയാണ്, എന്തുകൊണ്ടാണ് ആ ഒരു ലേഡി ഒളിപ്പിച്ചത്, ഇനിയിപ്പോൾ അവർക്ക് ഈ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സെർച്ച് ചെയ്യാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ കൂട്ടുകാരിയും ആ ഒരു മനുഷ്യനെ കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ നടന്ന് ആ ഒരു കാട്ടിൽ വന്നിട്ടുണ്ട്. കാട്ടിന്റെ ഓരോ ഭാഗത്തായിട്ട് ഇറച്ചി കഷ്ണങ്ങൾ വെക്കുന്നുണ്ട്. ആ ഒരു മൃഗം വരുമ്പോൾ ആ ഇറച്ചി കഷ്ണം തിന്നുന്ന തിരക്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് നടന്നു പോവാണ്. പെട്ടെന്നായിരിക്കും ആ മനുഷ്യൻ എന്തോ ഒരു സ്മെല്ലടിക്കുക, എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല്. അത് കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരിക്ക് ആ ഒരു സ്മെല്ല് കിട്ടിയിട്ടില്ല. പെട്ടെന്നായിരിക്കും ആകാശത്തോട് ആ കാക്ക പറക്കുന്നത് അവർ കാണുക. ഉടനടി ഇയാൾ എന്തോ ഒരു മൃഗം വന്ന് ആക്രമിക്കുന്നുണ്ട്. എന്തോ ഒരു മൃഗം. പെട്ടെന്ന് തന്നെ കൂട്ടുകാരി വിട്ടുകൊടുക്കത്തില്ല. കൂട്ടുകാരി തോക്കെടുത്ത് ആ ഒരു മൃഗത്തിന് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ അതൊരിക്കലും ഒരു സാധാരണ മൃഗമല്ലായിരുന്നു. അതിനെ ഷൂട്ട് ചെയ്തപ്പോൾ അതെന്തോ ആത്മാവ് മാറുന്നത് പോലെ അവിടെ നിന്ന് മാറിപ്പോയി. കൂട്ടുകാരിക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അതെന്തോ പ്രേതം പോലെയാണ്. അതിനെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് പേടിപ്പിച്ച് പറഞ്ഞുവിടും. തൽക്കാലത്തേക്ക് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ ബ്ലീഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്ത് ചെന്ന് അയാളെ പൊക്കി പിടിച്ച് നേരെ എടുത്തുകൊണ്ട് കാറിന്റെ അവിടെ വരും. എത്രയും പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് നിർത്തണം. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാറിൽ കയറ്റിയിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ജീവൻ ബാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് ലിസ വരും. ലിസ കൂട്ടുകാരിയോട് ചോദിക്കുക എന്താണ് അവിടെ നടന്നത്. കൂട്ടുകാരി അവള് കണ്ട കാര്യം പറഞ്ഞു കൊടുക്കും. അവൾ ഇതാണൊരു പ്രേതത്തിനെയാണ് കണ്ടത്. ആ പ്രേതമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആക്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ലിസയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നെങ്കിലും കൂട്ടുകാരി പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അന്നേരമായിരിക്കും അങ്ങോട്ടൊരു പോലീസ് ഓഫീസർ കയറി വരിക. ലിസയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസർ. അയാൾ വരുമ്പോൾ ഈ ഒരു കാര്യമാണ് കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുക. പക്ഷെ അയാൾ പറയുന്നത് ഈ 2 എണ്ണത്തിനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ആരെയൊക്കെ? ഈ ഒരു മനുഷ്യനെയും അതുപോലെ തന്നെ കൂട്ടുകാരിനെ. പക്ഷെ ലിസ അതിനെ എതിർക്കാണ്. ഇവർ രണ്ടുപേരും എന്റെ ആൾക്കാരാണ്, ഒരിക്കലും കള്ളം പറയത്തില്ല, ചിലപ്പോൾ ആ കാട്ടിൽ എന്തെങ്കിലും കാണാം, നമുക്ക് അന്വേഷിക്കാന്ന് പറയുമ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ നിങ്ങളൂടെ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അയാൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഒരു പ്രേതമാണ് എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതെന്ന് പറഞ്ഞാല്? അന്ന് രാത്രിയാവുന്ന സമയത്ത് ഈ കൂട്ടുകാരി അവളുടെ വീട്ടിൽ വരുന്നുണ്ട്. അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. അച്ഛനെ പോലെ കാണുന്ന മനുഷ്യനാണ് ഈ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ വന്ന് പഞ്ചിങ് ബാഗ്
ബാഗിൽ നല്ല രീതിയിൽ പഞ്ച് ചെയ്തിട്ട് ഈ ഒരു മനുഷ്യനെ അവൾ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കി അങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവർ വിചാരിച്ചതുപോലെ അത് സാധാരണ ഒരു മൃഗമല്ലായിരുന്നു, പകരം എന്തോ തരം ഒരു പ്രേതമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുത ജീവിയാണോ, ഒന്നും അറിയത്തില്ല അവൾക്ക്. കട്ട് ചെയ്താൽ നമ്മുടെ ലിസേനെയാണ് കാണിക്കുന്നത്. ലിസ വീട്ടിലിരുന്ന് അവളുടെ കേസ് ഫയൽ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ കാരിസിന് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാരിസ് ആണെങ്കിൽ അവരുടെ പ്രദേശത്ത് ഒരു കോൾ മൈൻ വരുന്നതിനെതിരെ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ട, അതൊരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ കോൾ മൈൻ ഈ നാട്ടിൽ കൊണ്ടുവരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നേരത്തെ കണ്ട നരമുടിയുള്ള ആ ഒരു മനുഷ്യൻ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആ ഒരു മൃഗം ആക്രമിച്ച് കിടക്കുന്ന ആ ഒരു മനുഷ്യൻ. ഇനിയിപ്പോ കാരിസിനെ ആരെങ്കിലും മനഃപൂർവ്വം കൊന്നതാണോ ആ ഒരു കോൾ മൈന് പ്രതിഷേധിച്ചത് കൊണ്ട് തന്നെ? അങ്ങനെയൊക്കെ ഈ ഒരു ലിസ ചിന്തിക്കുകയാണ്. പക്ഷെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ കോൾ മൈൻ ചെയ്യുന്ന കമ്പനിയുടെ പേര് WEC എന്നാണ്. ഇപ്പൊ ലിസ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നേരെ നീസിന്റെ അടുത്ത് ചെല്ലും. നീസിനോട് മരിച്ചുപോയ കാരിസിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും. ഈ കാരിസ് നീസിന്റെ ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവൻ ഐപാഡിൽ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ കാരിസ് ആ ഒരു മൈൻ വരുന്നതിനെ പറ്റി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മൈൻ അവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാരിസിന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു, ഈ കോൾ മൈൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും ഈ നീസ് എടുത്ത് ലിസയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നരമുടിയുള്ള ആ നീണ്ട മുടിയുള്ള മനുഷ്യനാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അയാൾ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. ഈ നാട്ടിൽ ഇത് കണക്ക് കോൾ മൈൻ വരുവാണെങ്കിൽ ഒരുപാടധികം ജനങ്ങൾക്ക് ജോലിയാവും, അതുപോലെ ഡെവലപ്മെന്റ് സംഭവിക്കും, അപ്പൊ അതാണ് നല്ലതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ലിസ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ ലിസ നേരെ പോയി കാണുന്നത് ആ ഒരു ബോഡിയുടെ ചുമതലയുള്ള ലേഡിനെയാണ്. ആ ലേഡിയോട് ചോദിക്കും കാരിസിന്റെ ബോഡിയുടെ കാര്യം എന്തായി, കാരിസിന്റെ ബോഡി ട്രാൻസ്പോർട്ട് ചെയ്തോന്ന്. പക്ഷെ ആ ലേഡിക്ക് എന്തോ ഒരു പരിങ്ങിക്കളിച്ചില്. അതുകൊണ്ട് തന്നെ അവരോട് വ്യക്തമായിട്ട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഒളിപ്പിക്കുന്നത്, കാരിസിന്റെ ബോഡി എന്തേ, അത് ട്രാൻസ്പോർട്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്തു എന്ന് കള്ളം പറയും. പക്ഷേ ലിസ അത് തൂക്കും. കാരണം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റോഡ് അടച്ചു വെച്ചാണ്. മറ്റൊന്നല്ല, നല്ല തണുപ്പ് കാരണം അതെല്ലാം അടഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ലേഡി പരിങ്ങി കളിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ അടുത്ത് വന്ന് ആ ഒരു മാല നോക്കും. അവൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയ ആ ഒരു മാല, ഈ ലേഡിയുടെ കഴുത്തിൽ ഈ മാല കിടക്കുന്നത് കണ്ടിട്ടാണ് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പൊ അവൾക്ക് മനസ്സിലായ കാര്യം മറ്റൊന്നുമല്ല, ഇതെന്തോ ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന മാലയാണെന്നാണ്. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അല്ലല്ല, ഞാനിത് മന്ത്രവാദത്തിനൊന്നും അല്ല ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ലിസ നല്ല രീതിയിൽ ആ ലേഡിയോട് ദേഷ്യപ്പെടും. എത്രമാത്രം ജനങ്ങളാ മരിക്കുന്നതെന്നറിയാമോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ലേഡി ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് കാരിസിന്റെ ബോഡി എവിടെ പോയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പോയി കാരിസിന്റെ അമ്മയുടെ അടുത്ത് ചോദിയില്, അവർക്കറിയാം, അവരാണ് ബോഡി എടുത്തോണ്ട് പോയെന്ന് പറയുമ്പോൾ ലിസ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ ഒരു ലേഡി മന്ത്രവാദങ്ങളൊന്നും ചെയ്യുന്നില്ല. ആര്? ഈ ഒരു ബോഡിയുടെ ചുമതല നോക്കുന്ന ലേഡി മന്ത്രവാദങ്ങളൊന്നും ചെയ്യുന്നില്ല. പകരം കാരിസിന്റെ ബോഡി കാരിസിന്റെ അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. അതും ഈ ലേഡിയുടെ അനുവാദത്തോടു കൂടി. കാരിസിന്റെ അമ്മ ആയതുകൊണ്ട് തന്നെ ഈ ലേഡിയും ആ ബോഡിനെ വിട്ടുകൊടുത്തു. പക്ഷേ ഇതില് ഈ ഒരു ലേഡിക്ക് വലിയ പങ്കൊന്നുമില്ല. ഇവിടെ നടക്കുന്ന മരണത്തിൽ ഈ ലേഡിക്ക് വലിയ പങ്കൊന്നുമില്ല. ഇതിനുശേഷം ലിസ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലാണ്. അവിടെ തന്നെ കൂട്ടുകാരിയും ആ ഒരു മനുഷ്യനും ഉണ്ട്. ആ മനുഷ്യൻ ബോധത്തിലല്ല, ബോധം കെട്ട് കിടക്കുകയാണ്. ലിസ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അവൾ കുറച്ചധികം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡേറ്റ് കൊണ്ടുവന്ന് ഈ കൂട്ടുകാരിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ മരണപ്പെട്ടു പോയ ആൾക്കാരെല്ലാരും, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആൾക്കാരെല്ലാരും WECനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോൾ മൈൻ വരുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം മരണപ്പെട്ടു പോയ ആ കപ്പിളിലുള്ള ലേഡിയിലെ അവര് WECയിൽ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. അതുപോലെ രണ്ടാമത് മരണപ്പെട്ടു പോയ ആ പയ്യൻ, അവനും WECയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ WECയിൽ വർക്ക് ചെയ്യുന്ന എല്ലാരെയും ആ ആത്മാവ് കൊന്നുകളയും. അതിനർത്ഥം അത് കാരിസിന്റെ ആത്മാവാണ്. കാരിസ് ആണ് WECനെ എതിർത്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ നരമുടിയുള്ള മനുഷ്യൻ ആക്രമിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി ചോദിക്കുമ്പോൾ ലിസ പറഞ്ഞു കൊടുക്കും, ഈ മനുഷ്യൻ WECനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ആക്രമിച്ചത് കാരിസിന്റെ ആത്മാവ്. ഇപ്പൊ ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും പിടിച്ചു വെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ലിസയും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടോ യാത്ര തിരിക്കുകയാണ്. ഇതേ നേരം ലിസയുടെ നീസിന്റെ കൂട്ടുകാരനും കൂടെ ഒരു സ്ഥലത്ത് മാറി നിന്ന് ഹോക്കി കളിക്കുകയാണ്. അതും ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഹോക്കി കളിക്കുന്നത്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഈ കളിക്കുന്ന നേരത്ത് അവന് വല്ലാത്ത രീതിയിൽ സ്മെല്ല് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്ത് കാക്ക പറക്കുന്നുണ്ട്. അവൻ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. സാധാരണ ഒരു കാക്കയല്ലേ. ഇതേ നേരം ലിസയും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ യാത്ര തിരിക്കാനായിട്ട് നിന്നപ്പോൾ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്, എമർജൻസി ആണെന്ന് പറയുന്നുണ്ട്. അത് പ്രകാരം അവർ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു അമ്മൂമ്മയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. അമ്മൂമ്മയുടെ ഷോൾഡറിലാണ് വെടിയേറ്റിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, മറ്റേ ആ ഒരു പൂവാലനാണ്. കൂട്ടുകാരിനെ ആദ്യം ആ ഒരു ഹോട്ടലിൽ വെച്ച് ശല്യം ചെയ്ത ആ ഒരു പൂവാലനാണ്. അങ്ങേരോട് ചെന്ന് കാര്യം അന്വേഷിക്കും, എന്തിനാണ് ഈ ഒരു വയ്യാത്ത സ്ത്രീനെ ഷൂട്ട് ചെയ്തതെന്ന്. എന്നാൽ അയാൾ പറയുന്നത്, ഞാൻ കാട്ടിൽ വേട്ടയാടാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനൊരു അനക്കം കേട്ടു. ഞാൻ വിളിച്ചു ചോദിച്ചു മനുഷ്യരാരെങ്കിലും ആണോന്ന്. എന്നാൽ വിളി കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറയും. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ അമ്മൂമ്മയ്ക്ക് ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് വിളി കേൾക്കാനും പറ്റില്ല. അമ്മൂമ്മയെ ഷൂട്ട് ചെയ്തു. എന്നാൽ ഈ അമ്മൂമ്മനെ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ അയാൾ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അയാളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയാണോ ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. ഇയാൾക്ക് ആ സ്ത്രീയെ ഷൂട്ട് ചെയ്തതിന്റെ ആ ഒരു വിഷമവും
വിഷമോ കുറ്റബോധമോ ഒന്നുമില്ല. വയസ്സാം കാലത്ത് എന്തിനാണ് കാട്ടിലിറങ്ങി നടക്കുന്നത്, വീട്ടിൽ വല്ല ഇരുന്നൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതും ഒരു കുറ്റബോധം ഇല്ലാതെ. ഒരാളെ ഷൂട്ട് ചെയ്ത് ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഒരു കുറ്റബോധം കാണത്തില്ലേ? എന്നാൽ ഇയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. മനഃപൂർവ്വം ചെയ്തതുപോലെ, അല്ലെങ്കിൽ മനസാക്ഷിയില്ല അവന്. കട്ട് ചെയ്താൽ നീസിനെയാണ് കാണിക്കുന്നത്. നീസ് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹോക്കിയൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് അവൻ എടുത്ത വീഡിയോ ഒക്കെ നോക്കുകയാണ്. ആ ഒരു കാക്കയുടെ ഭാഗം വരുമ്പോ, ആ കാക്ക വിളിച്ചോണ്ട് പോകുന്ന ഭാഗം വരുമ്പോ അവൻ എന്തോ പോലെ ആവുകയാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ പോലെ ആവുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിൽ കൂടെ എന്തോ ഒരു മൃഗം അനങ്ങി പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പക്ഷെ അതിന് ഫുള്ളായിട്ട് അവൻ കണ്ടില്ല. അതെന്താണെന്ന് അവൻ അറിയത്തില്ല. അവനിപ്പോ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. വീണ്ടും പോലീസുകാരനെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ലിസയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ ഒരു പോലീസുകാരൻ. ഇവർ ആ പ്രേതത്തിന്റെ കഥ പറഞ്ഞപ്പോ ആ പോലീസുകാരൻ ബോഡിയുടെ ചുമതലയുള്ള ലേഡീനെ വന്ന് കാണുന്നുണ്ട്. അവരുടെ ഹോട്ടലിൽ വന്ന് കാണുന്നുണ്ട്. അവരോട് സംസാരിക്കുകയാണ്. ലിസ അവരോട് ദേഷ്യപ്പെട്ടില്ലേ? അത് ഈ പോലീസുകാരനും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരൻ ഈ ബോഡിയുടെ ചുമതലയുള്ള ലേഡിയോട് ക്ഷമ പറയുകയാണ്. ലിസയ്ക്ക് ഭ്രാന്താണ്, ഇടയ്ക്കിടയ്ക്ക് പ്രേതത്തിന്റെ കാര്യമൊക്കെ പറയും, അതുകൊണ്ട് നിങ്ങളുടെ കാര്യമാക്കണ്ട, നിങ്ങളുടെ ജോലി നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവരെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ പോലീസുകാരൻ ഇറങ്ങിപ്പോയതും അയാളുടെ പിന്നാലെ തന്നെ ഈ ലേഡി ഇറങ്ങി വരുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസുകാരന്റെ പിന്നിലായിട്ട് ആ ഒരു പൂവാലനും ഇരിപ്പുണ്ട്. എന്തായാലും ഈ ബോഡിയുടെ ചുമതലയുള്ള ലേഡി ആ പോലീസുകാരനോട് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എന്തോ ഒരു മരണത്തിനെ പറ്റി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഇതേ നേരം നീസിനെ കാണിക്കുകയാണെങ്കിൽ നീസ് പത്രമൊക്കെ നോക്കുന്ന നേരത്ത് അതിനകത്തൊരു ജോലിയുടെ കാര്യം വന്നിട്ടുണ്ട്. അതും WECയിൽ ജോലിക്ക് ആളെടുക്കുന്നുണ്ട്. കുട്ടികളായിരുന്നാലും കുഴപ്പമില്ല, കുട്ടികളെയും ജോലിക്ക് എടുക്കുന്നുണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അവൻ അതിൽ ചേരുന്ന കൊള്ളാന്നുണ്ട്. കാരണം അവന് പുതിയ പുതിയ കാര്യങ്ങൾ സ്വന്തം പൈസയ്ക്ക് വാങ്ങാമല്ലോ. ആന്റീനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളെ ഉപയോഗിക്കുന്നത്. ജോലിക്ക് പോകണമെങ്കിൽ പുതിയ സാധനം ഉപയോഗിക്കാന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. വീണ്ടും ലിസനെയും അതുപോലെ തന്നെ കൂട്ടുകാരിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ കാരിസിന്റെ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കാരിസിന്റെ ബോഡി എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. എത്രയോ നല്ല മനുഷ്യരാണ് മരണപ്പെട്ടു പോകുന്നത്. നമുക്ക് അന്വേഷിച്ച് കാരിസിനെ ഉപദ്രവിച്ചവരെ പിടിക്കാം എന്നൊക്കെ ഈ ലിസ പറയുമ്പോൾ കാരിസിന്റെ അമ്മ അത് കാര്യമാക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കൂട്ടുകാരിയും അതുപോലെ തന്നെ ലിസയും ആകെ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. കാരിസിന്റെ ബോഡി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷെ കാരിസിന്റെ അമ്മ ആ ബോഡി എടുത്തിട്ടുണ്ടെന്ന് ഇവർക്കറിയാം. ഇവർ രണ്ടുപേരും കൂടെ ആകെ വിഷമിച്ച് പോകുമ്പോഴായിരിക്കും നീസ് ലിസയുടെ ഫോണിലോട്ട് വിളിക്കുക. നീസ് ഇത് കണക്കൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ഇന്റർവ്യൂവിന് പോവാണ്, ഞാൻ സൈക്കിളിലാണ് പോണേന്ന് പറയും. എന്നാൽ ലിസ അത് സമ്മതിക്കത്തില്ല. നീ വീട്ടിലിരി, നിനക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ തരാം, പുറത്തോട്ട് പോലെ അത് അപകടമാണെന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ല. ഞാൻ ജോലി പോയി കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പൊ ലിസയ്ക്ക് വേറെ മാർഗ്ഗമില്ല, ആ പയ്യന്റെ പിന്നാലെ പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ പോവാ, നീ മറ്റേ കാർ എടുത്ത് വന്നോ എന്ന് പറഞ്ഞ് ലിസ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. കൂട്ടുകാരി അവിടെ ഒറ്റയ്ക്കാണ്. ഒരു കാറൂടെ ബാക്കിയുണ്ട്. ആ കാറിൽ കയറി പോവാനായിട്ട് നിൽക്കുമ്പോൾ ആ കാറിനകത്ത് തന്നെ ഗ്ലാസ്സിൽ ഒരു സാധനം തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഈ കൂട്ടുകാരിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു കൂട്ടുകാരന്റെയാണ്. അതും എടുത്തിട്ട് നേരെ കാരിസിന്റെ അമ്മേനെ കാണാനായിട്ട് ചെല്ലാം. കാരിസിന്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് സംസാരിക്കും. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, നമ്മൾ രണ്ടൊരു ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ ശത്രുക്കളെ വെടിവെച്ച് കൊന്നുകളയാ. പക്ഷെ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് സാധിച്ചില്ല. ഇപ്പോഴും ആൾക്കാരെ കൊന്നതിന്റെ കുറ്റബോധമുണ്ട്. ഒരാളെ കൊല്ലുന്നത് കൊണ്ട് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളത് ചിന്തിക്കൂ. ആ കുറ്റബോധം എപ്പോഴും മനസ്സിൽ കാണും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കാരിസിന്റെ അമ്മയുടെ മനസ്സ് ചെറുതായിട്ട് മാറുന്നുണ്ട്. എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്നത്? ബാക്കിയുള്ള ആൾക്കാർ സ്വന്തം മോളെ ഉപദ്രവിച്ചെന്ന് വിചാരിച്ച് ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്ത വരികയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരി ആ ഒരു കൂട്ടുകാരന്റെ ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ആയിട്ട് കാരിസിന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പയ്യനാണെങ്കിൽ സൈക്കിളും ചവിട്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് WECയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ WECയിലാണ് വർക്ക് ചെയ്യാനായിട്ട് പോകണേന്ന് ലിസയോട് പറഞ്ഞിട്ടില്ല. ലിസയോട് പറഞ്ഞാൽ എന്തായാലും കിട്ടും. കാരണം WECനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരെയും ആ പ്രേതം വന്ന് കൊന്നുകളയും. ഇപ്പൊ അവൻ സൈക്കിൾ ഓട്ടി പോകുമ്പോൾ അവനെ ലിസ വിളിക്കുന്നുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ WECന്റെ കാര്യം പറയും. ലിസ ടെൻഷനായിട്ട് നീ വേണ്ട പോണ്ടെന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ല. എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രേതം മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ട് അവൻ പേടിച്ചു പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ലിസയോട് കാര്യം പറയാണ്. ഞാൻ എന്തോ ഒരു രൂപത്തിന് കണ്ടു, എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ ലിസ നീ പേടിയാതെ പെട്ടെന്ന് തന്നെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോകുന്നു പറയുമ്പോൾ അവനുള്ള ധൈര്യം എല്ലാം സംഭരിച്ച് സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ സൈക്കിൾ എടുത്ത് പോകുന്നതിന്റെ പിന്നാലെ തന്നെ ആ ഒരു പ്രേതവും അവനെ പിന്തുടർന്ന് വരുന്നുണ്ട്. അതുമല്ല ഈ വിവരം അറിഞ്ഞിട്ട് ലിസ പെട്ടെന്ന് തന്നെ നീസിന്റെ അടുത്ത് എത്താനായിട്ട് കാറിന്റെ വേഗത കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ പ്രേതം അവനെ സൈക്കിളിൽ നിന്ന് തള്ളിയിട്ടു. പക്ഷെ അവൻ വിട്ടുകൊടുക്കത്തില്ല. സൈക്കിളിൽ നിന്ന് ഓടി വീടിനുള്ളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കും. സ്റ്റെപ്പിന്റെ അവിടെ ചെല്ലുമ്പോൾ ആ പ്രേതം അവന്റെ കാലിൽ പിടിക്കുകയാണ്. അവന്റെ പിറകിലോട്ട് വലിക്കുകയാണ്. എന്നാൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ പ്രേതത്തിനെ ചവിട്ടി മാറ്റി അവിടെ നിന്ന് ഓടി വീടിനുള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഡോറും അടയ്ക്കും. ഡോർ അടച്ചൊരു സ്ഥലത്തിരിക്കുകയാണ്. ആ ഒരു പ്രേതം വീടിനുള്ളിലോട്ട് കയറാനായിട്ട് ഡോറ് വലിച്ചു തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഭിത്തിയുടെ ഉള്ളിലൂടെ ഒന്നും കയറി വരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനത്തെ പ്രേതമൊന്നും അല്ല ഇത് വലിച്ചു തുറക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൻ ആകെ പേടിച്ചിട്ട് ആന്റീനെ ഫോൺ വിളിച്ച് സംസാരിക്കും. പക്ഷേ ലിസയാണെങ്കിൽ പുറത്ത്
പുറത്തെത്തിയിട്ടുണ്ട്. അതുമല്ല ഈ പയ്യന്റെ കാലിലാണെങ്കിൽ വല്ലാത്തൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ആ ഒരു പ്രേതം വലിച്ചപ്പോൾ ഉണ്ടായ ഒരു മുറിവാണ്. ഇപ്പൊ ലിസയാണെങ്കിൽ വീട്ടിന്റെ പുറത്തെത്തിയിട്ട് പതിയെ തോക്കും ടോർച്ചും കൂടെ എടുത്ത് അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നീസ് താഴെ തന്നെ രക്തം ചോർന്നിരിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ മുമ്പോട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രേതം അവിടെ തന്നെ നിപ്പുണ്ട്. ആ പ്രേതം ഇവർക്ക് നേരെ ഇരച്ചു കൊണ്ടുവരാണ്. പക്ഷെ ലിസ വിടത്തില്ല. അവളുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് ആ പ്രേതത്തിന് നേരെ ഷൂട്ട് ചെയ്യും. അതിന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. അത് നശിച്ചു പോവാണ്. എന്നാൽ പൂർണ്ണമായിട്ട് നശിച്ചു പോയെന്ന് ചോദിച്ചാൽ ഇല്ല, അതെന്തായാലും വീണ്ടും വരും. ഇവർ ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് തന്നെ ലിസയും നീസും കൂടെ ആ ഒരു റൂമിന്റെ അകത്ത് കയറി പോവാണ്. ഡോറും അടയ്ക്കുന്നുണ്ട്. അതുപോലെ വീടിന്റെ പുറത്ത് വെടിശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് കൂട്ടുകാരി അങ്ങോട്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാരി വലിയൊരു തോക്ക് എടുത്ത് വീടിനുള്ളിലോട്ട് പതിയെ നടന്ന് കയറുകയാണ്. കൂട്ടുകാരി ആ വീടിന്റെ അകം എല്ലാം കയറി പരിശോധിച്ച് നോക്കും. എല്ലാ റൂമിലും നോക്കിയിട്ടും ലിസേനെയും നീസിനെയും കാണാനില്ല. ഏതോ ഒരു റൂമിലുണ്ട്. അത് കൂട്ടുകാരിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പരതി നടക്കുമ്പോൾ ആ ഒരു പ്രേതമാണെങ്കിൽ ഒരു റൂം വലിച്ചു തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് നീസും അതുപോലെ തന്നെ ലിസയും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആ പ്രേതത്തിനെ വിളിച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, ഞാൻ WUCയിൽ ജോലി ചെയ്യാൻ പോവാണ്, നിനക്ക് എന്നെ പറ്റുമെങ്കിൽ പിടിയെന്ന് പറഞ്ഞിട്ട് അതിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആ പ്രേതത്തിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. WUC എന്ന് കേൾക്കുമ്പോഴേ കാരസ് എന്ന പ്രേതത്തിന് നല്ല ദേഷ്യം വരും. ഇപ്പൊ ഈ പ്രേതമാണെങ്കിൽ കൂട്ടുകാരിനെ പിടിക്കാനായിട്ട് വരുമ്പോൾ കൂട്ടുകാരി ഒന്നും നോക്കത്തില്ല. ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടുകയാണ്. ആ പ്രേതം അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. കാരണം WUCയിൽ വർക്ക് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ പ്രേതം കൂട്ടുകാരിയുടെ പിന്നാലെ ഓടി ചെന്നിട്ട് ആ വീടിന് ചുറ്റും കുറച്ച് ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ട്രാപ്പിൽ കാല് കുടുങ്ങിയിട്ട് താഴെ വീഴുകയാണ്. ഇതൊരു വല്ലാത്ത പ്രേതം തന്നെ. അത് താഴെ വീണ് പെടയുന്ന നേരത്ത് ലിസ കൂടെ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ലിസയുടെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെ കയ്യിലും തോക്കുണ്ട്. ഈ തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ തല വെട്ടിയെടുക്കണം. ഇപ്പൊ തല വെട്ടാനായിട്ട് കത്തി വേണം, അല്ലെങ്കിൽ കോടാലി വേണം. ആ കോടാലി കൂട്ടുകാരിയുടെ വണ്ടിക്കുള്ളിലുണ്ട്. ഞാൻ പോയി കത്തി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരി ആ കോടാലി എടുക്കാനായിട്ട് പോകും. അന്നേരം ആയിരിക്കും ലിസേനെ ആ ഒരു പ്രേതം ആക്രമിക്കുക. അതിന്റെ കാൽ ആ ട്രാപ്പിൽ നിന്ന് അതെങ്ങനെ എടുത്തിട്ട് ലിസേനെ ആക്രമിക്കും. കൂട്ടുകാരി ആ കോടാലി എടുത്ത് വന്ന് നോക്കുമ്പോൾ ലിസ താഴെ ആക്രമയേറ്റ് കിടക്കുന്നതാണ് കാണുക. അതുള്ള തൊട്ട് മുമ്പിൽ തന്നെ ആ പ്രേതം നിപ്പുണ്ട്. ആ പ്രേതം വീണ്ടും അവർ ആക്രമിക്കാനായിട്ട് വരും. എന്നാൽ ഇതേ നേരമായിരിക്കും ആ ഒരു കാരിസിന്റെ അമ്മയാണെങ്കിൽ മനസ്സ് മാറിയിട്ട് കാരിസിന്റെ ഹൃദയം എടുത്ത് തീയുടെ മുമ്പിലിരിക്കുക. അവരാണ് നിർബന്ധവാദത്തിലൂടെ ഈ കാരിസിന്റെ പ്രേതത്തിനെ കൊണ്ടുവന്നത്. അവർക്കിപ്പോ മനസ്സ് മാറിയിട്ടുണ്ട്. ഇത്രയും പാവപ്പെട്ട ആൾക്കാരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ ഈ പ്രേതത്തിനെ വെച്ച്. അതുകൊണ്ട് തന്നെ പ്രേതത്തിനെ നശിപ്പിക്കാന്ന് വിചാരിച്ച് കാരിസിന്റെ ഹൃദയം എടുത്തിട്ട് ഒരു തീയിലോട്ട് ഇടുകയാണ്. അത് ആ തീയിൽ വീഴുമ്പോൾ അത് നശിച്ചു പോകുന്നുണ്ട്. ഫുള്ളായിട്ട് നശിക്കുന്നില്ല, എന്നാൽ ഏകദേശം നശിക്കുന്നുണ്ട്. ആ ഒരു ഹൃദയത്തിന് തീയിലും തുടുപ്പുണ്ട്. ഈ തീയിലിട്ടതും ഇവരെ ആക്രമിക്കാനായിട്ട് വന്ന പ്രേതമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് താഴെ വീഴാണ്. അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. വീണ്ടും കാരിസിന്റെ അമ്മേനെ കാണിക്കുകയാണെങ്കിൽ കാരിസിന്റെ അമ്മ കാരിസിന്റെ ഹൃദയം തീയിലിട്ടതിനു ശേഷം വിഷമിച്ചിരിക്കുമ്പോൾ ബോഡിക്ക് ചുമതലയുള്ള ആ ലേഡി അങ്ങോട്ട് വരുന്നുണ്ട്. ആ ലേഡിക്ക് സത്യങ്ങളെല്ലാം അറിയായിരുന്നു. കാരിസിന് എന്താണ് പറ്റിയത്, കാരിസിന് ആരാണ് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ ലേഡി വന്നിട്ട് കാരിസിന്റെ അമ്മേനെ സമാധാനപ്പെടുത്താണ്. ആ ലേഡിക്ക് അറിയാം കാരിസിന്റെ അമ്മയാണ് ഈ പ്രേതത്തിനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നതെന്ന്. അങ്ങനെ അവരെ സമാധാനപ്പെടുത്തും. കട്ട് ചെയ്താൽ വീണ്ടും ലിസേനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ ആ ബോഡീനെ എടുത്ത് മൂടിയിട്ടിട്ടുണ്ട്. ലിസ, നീസ് അതുപോലെ തന്നെ കൂട്ടുകാരി ഇവർ മൂന്നുപേര് പുറത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഇവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. പോലീസുകാരൻ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാരും വയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പരുക്കുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലിസ ഞാൻ ഏണിന്ന് വീണെന്ന് പറയും. നീസ് ഞാൻ തെന്നി വീണെന്ന് പറയും. അതുപോലെ കൂട്ടുകാരി ഞാൻ അറിയാതെ ഇവിടെ വന്ന് എത്തിപ്പെട്ടതാണെന്നും പറയും. പോലീസുകാരന് കാര്യം മനസ്സിലാവത്തില്ല. പക്ഷെ പോലീസുകാരൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ ബോഡിയുടെ ചുമതലയുള്ള ലേഡി ആണെങ്കിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. കാരിസിനെ കൊന്നത് മറ്റാരുമല്ല, ആ ഒരു പൂവാലൻ തന്നെയാണ്. ആ ഒരു പൂവാലനാണ് അന്ന് രാത്രി ട്രക്ക് വെച്ച് അവളെ ഇടിച്ചിട്ട് അവളെ ഉപദ്രവിച്ചത്, കാരിസിനെ ഉപദ്രവിച്ചത്. ഈ ഉപദ്രവങ്ങളെല്ലാം നടന്ന സമയത്ത് ആ ഒരു പൂവാലന്റെ ട്രക്കിന്റെ പിന്നിലായിട്ട് ഈ ഒരു ബോഡിയുടെ ചുമതലയുള്ള ലേഡി ഉണ്ടായിരുന്നു. എന്നാൽ ബോഡിയുടെ ചുമതലയുള്ള ലേഡി ആണെങ്കിൽ ആകെ അവശതയിലായിരുന്നു. എന്തൊക്കെയോ ഡ്രഗ്സ് അവരുടെ ദേഹത്ത് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അവശതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമൊന്നും നല്ല ബോധമില്ലായിരുന്നു, അല്ലെങ്കിൽ ഓർമ്മയില്ലായിരുന്നു. പിന്നെ പതിയെ ഓർമ്മ കിട്ടിയപ്പോൾ ഇപ്പൊ പോലീസുകാരനോട് സത്യം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ പോലീസിന് തെളിവ് കിട്ടി. കാരിസിനെ കൊന്നത് മറ്റാരുമല്ല, ഈ പൂവാലൻ തന്നെയാണെന്ന്. പിന്നെ ഈ പൂവാലൻ കാരിസിനെ എന്തിനാ കൊന്നേന്നറിയാമോ? കാരിസ് ആ WUC എന്ന് പറയുന്ന മൈൻ കമ്പനിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പൂവാലൻ ആ കമ്പനിയുടെ കൊട്ടേഷൻ പ്രകാരമാണ് കാരിസിനെ കൊന്നത്. അങ്ങനെ കേസ് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൂവാലന്റെ ട്രക്കിന്റെ പിന്നിലായിട്ട് ഈ ഒരു ലേഡി എങ്ങനെ വന്നെന്നായിരിക്കുമല്ലേ ഇവര് ഡ്രഗ്സ് വല്ലതും ഉപയോഗിച്ചിട്ട് ആ ട്രക്കിന്റെ പിന്നിൽ അറിയാതെ പോയി ബോധം കെട്ട് കിടന്നതായിരിക്കണം. ഇപ്പൊ ഈ പൂവാലൻ പോലീസ് കാറിൽ ഇരിപ്പുണ്ട്. അയാൾ പോലീസ് കാറിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. നേരത്തെ കാരിസിന്റെ ഹൃദയം തീയിലിട്ടില്ലായിരുന്നോ, അതിന് തുടുപ്പുണ്ട്. അതിനർത്ഥം കാരിസ് മൊത്തത്തിൽ നശിച്ചു പോയിട്ടില്ല. വീണ്ടും ഈ പൂവാലനെ കാണിക്കുകയാണെങ്കിൽ പൂവാലന് എന്തോ ഒരു സ്മെല്ല് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാക്ക കരയുന്ന ശബ്ദവും കേൾക്കുക. പെട്ടെന്ന് തന്നെ ഇയാള് കാരിസ് വന്ന് ആക്രമിക്കുകയാണ്. പിന്നെ ഇയാളുടെ നിലവിളി ശബ്ദം മാത്രമാണ് കേൾക്കുക. കാരിസ് വന്ന് അവളുടെ പ്രതികാരം തീർത്തിട്ടുണ്ട്. അവളെ ഉപദ്രവിച്ച് ആ പൂവാലനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, അതും മൃഗീയായിട്ട്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.